Hello guys, welcome back to our channel Sheetal Elsa Official. ഇത് ഇൻട്രോ ഔട്ട്രോ ഇല്ലേ? അല്ല, this is intro. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ കുഞ്ഞിന്റെ നെയിമിംഗ് സെറിമണി വ്ളോഗ് ആണ്. 2 മാസമായില്ലേടാ കഴിഞ്ഞിട്ട്. ജൂലൈ 28-നായിരുന്നു. ഇപ്പൊ സെപ്റ്റംബർ 28 കഴിഞ്ഞു. 2 മാസം ഒന്നും പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 28 കഴിഞ്ഞു, സെപ്റ്റംബർ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആക്ച്വലി നമുക്ക് വ്ളോഗ് ഇടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ക്ലിപ്പൊക്കെ വളരെ മാസ്മരികമായി നമ്മുടെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടും ക്ലിപ്പൊക്കെ ബ്ലർ ആയതുകൊണ്ടും പുകമയം പിടിച്ചതുകൊണ്ടും ഞങ്ങളത് വേണ്ടെന്ന് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഞങ്ങൾക്ക് നെയിമിംഗ് സെറിമണി വ്ളോഗില്ല എന്നുള്ള കമന്റ് വരുന്നതുകൊണ്ട് വിനക്കൂടെ കുറേ പണിവിട്ട് അത് എന്തൊക്കെയോ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കുറേ ക്ലിപ്പും വോയിസും ഒന്നും ഇല്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ ഡബ് ചെയ്തിട്ടൊക്കെയാണ് സാധനം ഇറക്കിയിരിക്കുന്നത്. വിനുവിന്റെ ഡബ് ചെയ്യുന്ന വീഡിയോയുടെ ഫാൻസിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, പിന്നെന്തുവാണ്, നമ്മളൊരു ഓണത്തിന്റെ ഷൂട്ടിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. എടാ എന്നെ കാണിച്ചു കൊടുത്തരാ, പകുതി കാണുന്നുള്ളൂ. കണ്ടാ, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സാരി കൊടുത്തേക്കുന്നത്. അപ്പോൾ അരിമണിക്ക് ഞാൻ ഒരുങ്ങുന്ന ഭയങ്കര ഇഷ്ടമാണ്. സംഭവം 2 മാസമായിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ട് നിൽക്കുമ്പോൾ അവനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ വരുന്നൊരു വ്ളോഗിൽ അതുണ്ട്. കാറിൽ പോവാൻ ഞാൻ അവനെ മടിയിൽ കിടത്തിയേക്കും, അവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരുങ്ങുന്ന ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അവൻ്റെ റിയാക്ഷൻ എടുക്കാൻ ചെന്നാൽ എൻ്റെ അമ്മ എന്നെ ഓടിക്കും. കാരണം ഞാൻ സാരി എടുക്കാൻ കയറിയപ്പോഴത്തേട്ട് എനിക്ക് അവനെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വിനു കുറച്ച് ഷൂട്ടും തിരക്കൊക്കെ ക്യാമറ പരിപാടിയൊക്കെ ആയതുകൊണ്ട് വിനുവിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവൻ ഞങ്ങളിങ്ങനെ എടുക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ റിയാക്ഷൻ ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നാൽ അവൻ എന്ന് പറഞ്ഞ കരി. അതുകൊണ്ട് അവൻ്റെ റിയാക്ഷൻ ഇപ്പം എടുക്കുന്നില്ല. ഇന്ന് ആക്ച്വലി ഭയങ്കര ബിസി ഡേ ആണ്. ഇതിപ്പോൾ ഇന്ന് സെപ്റ്റംബർ 10-ാം തീയതി, ഇന്ന് തന്നെയാണ് നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇതിൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ വരുന്നുണ്ട്, ഡേ ഇൻ അവർ ലൈഫ് ഉദ്ദേശിച്ച. പക്ഷെ എന്നാൽ നമുക്ക് അതൊരു വീക്ക് ഇൻ അവർ ലൈഫ് ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 ദിവസം നമ്മുടെ ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മിക്കവാറും കാണാൻ പറ്റുമോ? ഇതിന് മുന്നേ മിക്കവാറും വരുമായിരിക്കും. അല്ല, ഇതിന് ശേഷം വരുന്നത്. ഈ വീഡിയോ നമ്മൾ ഇന്നിടും. അതെ, ഇതിന് ശേഷം വരുന്നത്. ഓക്കെ, ഈ ഇൻട്രോ എനിക്ക് അതിലിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അതിപ്പോൾ തന്നെ ആഡ് ചെയ്യാനായിട്ട്. പിന്നെ കുറേ പേര് എൻ്റെ പനി മാറിയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പനിയൊക്കെ മാറി, ഞാനിപ്പോൾ ഓക്കെ ആയി. ദൈവാനുഗ്രഹം കൊണ്ട് വിനുവിനും കുഞ്ഞിനും പനി പകർന്നില്ല. അപ്പോൾ അതൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടും. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പക്ഷേ ഇത് അതുപോലെയല്ല. കാരണം ഇനി മുതൽ ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്, ട്രോളൊന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് മുറിച്ച് കൂട്ടി BGM ഇട്ടിട്ട് ഞാനങ്ങ് ഇറക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടും. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അത് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. സാർ അതൊന്ന് എഡിറ്റ് ചെയ്ത് തരണ്ടേ? പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലിപ്പില്ലാണ്ട് അവനോട് എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ക്ലിപ്പുണ്ട്, പക്ഷെ അത് കുറേ ബ്ലറായിരുന്നു. ഇനി എങ്ങനെ ഞാൻ ബ്ലർ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയാത്തവർക്ക് പറഞ്ഞു കേട്ടോ. നമുക്ക് ഇത്തരം ക്ലിപ്സുകൾ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, അത് അറിയത്തില്ലെങ്കിൽ ആരും ചോദിക്കരുത് എങ്ങനെ എൻഹാൻസ് ചെയ്ത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് അതിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 4K 1080 അങ്ങനെ നമുക്ക് മൊത്തം എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? നമ്മളും ഓണത്തിൻ്റെ ഷൂട്ടിൻ്റെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇത് കഴിഞ്ഞ ഉടനെ ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മുടെ അടുത്ത വീഡിയോ വരും. ഞങ്ങൾ അരിമണീനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി. അതൊരു കഥയാണ്. ഇപ്പൊ കാണുന്നവർ വിചാരിക്കും അയ്യോ കൊച്ചിന് വാക്സിൻ എടുക്കുന്ന എന്ത് ഇത്ര വലിയ സംഭവം. ഓബിയസ്ലി ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ, പക്ഷെ അവനവനാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്തുവാ, ന്യൂ ബോൺ ബേബീസിന്റെ അല്ലെങ്കിൽ അമ്മമാർക്ക് അതൊരു മനസ്സിലാവും. നമുക്ക് നമ്മുടെ മടിയിലിരുത്തി കുഞ്ഞിനെ കുത്തുമ്പോഴും അത് കരയുമ്പോഴും കുത്തു കഴിഞ്ഞാൽ അതിന് പനി വരും, കാലുവേദന വരും, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമാണ്. സംഭവം എന്ന് വെച്ചാൽ വാക്സിൻ എടുക്കാൻ പോയിട്ട് കൊച്ചു കരണേനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞ്. അപ്പോൾ അടുത്തത് ആ വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഷൂട്ടിന് പോട്ടെ. നിങ്ങളപ്പോൾ കുഞ്ഞിൻ്റെ നെയിമിംഗ് സെറിമണി വ്ളോഗ് കണ്ടിട്ട് വാ. നെയിമിംഗ് സെറിമണിയുടെ ഹാൾ ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറി. പോകുന്ന വഴിയിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ ഇടയുണ്ടായി. എല്ലാവരും വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഞങ്ങളെ പുറത്തു വെച്ച് കാണുകയാണെങ്കിൽ അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെ നോക്കുന്നതിന് പകരം ഇതുപോലെ വന്ന് സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. നമ്മൾ വീണ്ടും ഹാൾ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ മഴ കാരണം റോഡ് ഏതാ തോടേതാ എന്നറിയാതെ ഞാൻ പരുതുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മുടെ പകുതിയോളം റോഡ് മുഴുവൻ നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ മലയാളീസിന് തോട്ടിക്കൂടെ ഓടിച്ചും നല്ല പരിചയമാണല്ലോ. അങ്ങനെ നമ്മൾ ഹാളെത്തി. ഇനിയും കാണാൻ പോണത് നിങ്ങളൊരു BGMൽ കൂടി കണ്ടാൽ മതി. കാരണം അതിന് എങ്ങനെ ഡബ് ചെയ്യണം എന്ന് ഞാൻ മറന്നുപോയി.
4 മണിക്ക് ഫംഗ്ഷൻ വെച്ചാൽ 4:30 ആകുമ്പോഴേക്കും എല്ലാവരും വരും എന്ന് കരുതി. പക്ഷേ എൻ്റെ സുഹൃത്ത് വളരെ കൃത്യനിഷ്ഠമുള്ളതുകൊണ്ട് അവൻ 2:30 കെട്ടിയെടുത്തു. അവൻ വന്നപ്പോൾ ഹാള് കാലി, ആളുമില്ല. കുഞ്ഞിൻ്റെ പേര് റിവീൽ ചെയ്യാനുള്ള പെട്ടിയും പുറകിലിരിക്കുന്നു. വന്ന് കണ്ട ഉടനെ അദ്ദേഹം എൻ്റെ കോട്ടിലാണ് പിടിച്ചു നോക്കിയത്. കാരണം അദ്ദേഹത്തിന് അപ്പോഴും വിശ്വാസം വന്നില്ല ഞാൻ കോട്ടിടും എന്നുള്ളത്. ഹാളിന് പുറത്ത് വിരിച്ചിരുന്ന കോട്ടെടുത്തിട്ടതല്ലടാ എന്നൊരു 90s തമാശ അവൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു കൊടുത്തു. കാരണം ചിരിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള തമാശകൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹാള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പട്ടിക്കാളി പോലും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. ഗ്യാങ് ആയിട്ടിരുന്നാൽ ഗ്യാങ്സ്റ്റർ ആകും എന്നിവന്മാരോട് ആരോ പറയുന്നത് കേട്ടു. അതാണെന്ന് തോന്നുന്നു വട്ടം കൂടി ഗ്യാങ് ആയിട്ടിരിക്കുന്നത്. ഇതേ സമയം ഫംഗ്ഷന് വേണ്ടിയുള്ള പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അതിഥി വന്നു ചേർന്നിരിക്കുന്നു. ഞങ്ങളെ ആലിംഗനം ചെയ്ത ശേഷം അദ്ദേഹം എങ്ങോട്ടോ പോയി. പക്ഷേ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ എൻ്റെ സുഹൃത്ത് അവിടെ വളരെ ഉന്മേഷവാനായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി വന്നു തുടങ്ങി. ഈ ഹോള് നോക്കി നടത്തുന്ന അദ്ദേഹം എങ്ങോട്ടേക്കാണ് നോക്കുന്നത് എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. വന്നു കയറിയ ഗസ്റ്റിനെ അടി കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങുന്ന ഒരു പുതിയ ഇനം ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു ഗേറ്റ് തുറന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാം എന്നുള്ള ഞങ്ങളുടെ അയൽക്കാരാണ് അതാ ഇവിടെ വന്ന് സെൽഫി എടുക്കാം എന്ന് പറയുന്നു. 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിവെക്കുന്ന ടീംസാണ് ഞങ്ങളെല്ലാവരും. അപ്പോഴൊന്നും കാണാത്ത സെൽഫി സ്നേഹം ഇപ്പോൾ എവിടുന്ന് വന്നു എന്നുള്ളതിൻ്റെ പിന്നിലെ ഗുട്ടൻസും എനിക്കങ്ങോട്ട് പിടികിട്ടിയില്ല. ശേഷം എൻ്റെ ഭാര്യയുടെ വക ഒരു സ്വാഗത പ്രസംഗവും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ട് പോ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇവിടെ വരെ വന്ന സഹൃദയരായ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവക്കക്കാർക്കും എല്ലാവർക്കും ഒരു ലോഡ് നന്ദി. കൊച്ചിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഞങ്ങള് കൊച്ചിന്റെ പേര് പറഞ്ഞിട്ടല്ലാതെ ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? പറയൂലേ? ആരെങ്കിലും ഉണ്ടോ? അജീഷേട്ടനോ? സ്റ്റാർട്ടിങ് വീലാണ്, അവസാനം എന്നിലായിരുന്നു. അറിയാമോ? അല്ല, ഡിയാനല്ല. അപ്പൊ ഞങ്ങള് കൊച്ചിന്റെ പേര് പിന്നാത്താണ് വെച്ചേക്കുന്നത്. റിവീൽ ചെയ്യാൻ പോവാണ്. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാമോന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് കൊച്ചിന്റെ പേര് റിവീൽ ചെയ്യാം. ഓക്കെ. അവർക്കായി ഞാൻ ഒന്ന് പറയാം. വിതൈൻ എന്നാണ് കുട്ടിയുടെ പേര്. മലയാളം വായിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. വിതൈൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. വിതൈൻ അല്ല, വിതൈൻ. പേര് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്കിനിയും സ്റ്റേജിലേക്ക് കടക്കാം. ഇനി നമുക്ക് ആ കേക്ക് അങ്ങ് മുറിക്കാം. കണ്ടിട്ട് എൻ്റെ വായിൽ തന്നെ വെള്ളം വരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ അവർ വരികയായി. സൂപ്പർ സ്റ്റാർ, ഡോക്ടർ, ഭരത്, പത്മശ്രീ, ലഫ്റ്റനന്റ് മേജർ, ഈ പദവികളൊക്കെ ആർക്കൊക്കെ ഉണ്ട്, ഇവർക്കില്ല. ഇത് ലക്ഷ്മി ആൻഡ് സഞ്ജു. ഇവർ ഒരു യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കുന്നു. അപ്പോൾ അവരാണ് ആദ്യം വന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ആ താടി വെച്ച ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ് എന്ന് നിങ്ങൾ കരുതും. ഒരു കോപ്പുമല്ല, വെറും ഷോ. പിന്നീട് പ്രീണ ചേച്ചി വന്നിരുന്നു. കുഞ്ഞിൻ്റെ കയ്യിൽ വള കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. ഇനി എങ്ങാനും സ്വർണം തിരിച്ചു കൊണ്ടുപോയാലോ? പക്ഷേ ഞങ്ങളുടെ കുഞ്ഞ് അതിസാമർഥ്യമായി ആ വള കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്കെന്തോ ഒരു കുളിർമ. ആഹാ,
മിടുക്കണ്ട, അവന് ജീവിക്കാൻ അറിയാം. അടുത്തതായി കുഞ്ഞിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയും വളയും മാലയും നെക്സലൈറ്റുകളും അണിയിക്കാനായി വന്നിരിക്കുകയാണ്. ഈ വളയൊക്കെ ഇടുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആളിൻ്റെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, സഹിച്ചല്ലേ പറ്റൂ. അങ്ങനെ അവനെ കരയാതിരിക്കാൻ ചരിച്ചിട്ട് ചെണ്ട കൊട്ടും പോലെ കൊട്ടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം ഒരു ഉജാലക്കുപ്പി മറിഞ്ഞ പോലെ ഒരു നീലപ്പട അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ഈ നീല ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു തത്രപ്പാടുണ്ടായിരുന്നു. അത് ഒരു വീഡിയോ ആയി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ, വ്ളോഗാണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോയി വെറും 6 മണിക്കൂർ. എന്താ ഇവിടെ പറ, എന്താ ഇവിടെ? നമ്മൾ സാരി മേടിക്കാൻ വന്നേക്കുവാണ്. കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാ. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? കിട്ടി 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 കിട്ടി. ഒന്ന് പ്രതിമയ്ക്ക് പോലും നിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഗൈസ്, അപ്പം ഇവര് പറഞ്ഞു ടെറസിലുണ്ട് നോക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മുകളിലുണ്ടാവും. അതാണ് സിനിമ ഉദ്ദേശിച്ചത്, ടെറസ് നോക്കാൻ പറഞ്ഞത്. പിന്നെ മെറ്റീരിയലിന്റെ പേരാണ്. അതായത് ഇത്ര വലിയ ഷോപ്പിൽ നമ്മൾ നോക്കുന്ന ബ്ലൂ കളർ കിട്ടുന്നില്ല. അതെ, അല്ല എന്ത് ബ്ലൂ ചെയ്യുമ്പോ സീ ബ്ലൂ ആ. ഐസ് ബ്ലൂ. ഇവിടെ നമുക്കേ ഇവിടെ നോക്കിയേ, ഇവരുടെ ഡ്രസ്സൊക്കെ മേടിച്ചാൽ ഇത് ബ്ലൂ ആ. എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു? കറക്റ്റ് എല്ലാവരും മാച്ചിങ് ആയിരിക്കും. എല്ലാവരും ഇപ്പൊ പല പല ദിക്കിലാണ്. അതെ, മൂന്ന് പേരും 3 ദിക്കിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ഉറപ്പൊന്നുമില്ല കിട്ടില്ല എന്നുള്ളത്. ഇവര് ബ്ലൂ ആണെന്ന് പറഞ്ഞിട്ട് ബ്ലൂ കിട്ടുന്നുണ്ട്. പക്ഷേ ബ്ലൂ സാരി എടുക്കുമ്പോൾ നമ്മുടെ കാരണവന്മാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ എംബ്രോയിഡറി പോരാ, ഇത് പോരാ, അത് പോരാ, നിറം കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഡിസൈൻ കിട്ടുമ്പോൾ നിറമല്ല, അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അവസാനത്തെ ആവനാഴി, അല്ല ആവനാഴിയിലെ അമ്പ്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ അമ്മച്ചാണ് ഞാൻ വീട്ടിൽ പോകും. ആ 6 മണിക്കൂർ ഞാനിരുന്ന് പുഴുങ്ങപ്പെട്ട കഥയാണ് ആ വ്ളോഗിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ തന്നെ കൂട്ടത്തിലെ 2 മക്കളുടെ അമ്മയായ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെങ്കിൽ തന്നേക്കൂ, ഞാൻ കരച്ചിൽ മാറ്റാമെന്ന്. ഞാൻ താക്കീത് കൊടുത്തിരുന്നു, അവൻ അങ്ങനെയൊന്നും കരച്ചിൽ മാറില്ല എന്ന്. അപ്പോൾ തന്നെ 2 പിള്ളേരുടെ അമ്മയാണ് ഞാൻ എന്നുള്ള ആ ഒരു തുറുപ്പുചീട്ട് അദ്ദേഹം എടുത്തങ്ങിട്ടു. പിന്നീട് സംഭവിച്ചത് ചരിത്രം നിങ്ങൾ കണ്ടോളൂ. കഴിഞ്ഞിട്ടില്ല. പഴയ കാലത്തെ പിള്ളേരെ പോലെയല്ല ഞങ്ങളുടെ കുഞ്ഞ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അന്നേരം കേട്ടിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം സ്വയം ശപിച്ചു. അദ്ദേഹത്തിന്റെ ആ സന്തോഷത്തോടുള്ള മുഖം നോക്കൂ, എന്തൊരു ചൈതന്യം. അങ്ങനെ അദ്ദേഹം കുഞ്ഞിനെ പതുക്കെ തൊട്ടിലാക്കി മുങ്ങുകയാണ് ഉണ്ടായത്. കരച്ചിൽ മാറാനായി അമ്മയുടെ പാല് കൊടുത്ത് കുഞ്ഞിനെ അമ്മൂമ്മയുടെ കയ്യിലേൽപ്പിച്ചു. അവനിപ്പോൾ നടന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് പാൽ കൊടുക്കാൻ വേണ്ടി ഒരു മുറി ഹോളിൽ തുറന്നു തരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് മുഹൂർത്തമായപ്പോൾ അടച്ചിട്ട് പോയ ഏതോ ഒരുത്തനെ ഞാൻ തെറിയും പറഞ്ഞാണ് മുറി തുറപ്പിച്ചത്. പാല് കുടിച്ച് മതോന്മഗ്ധനായി കിടക്കുന്ന വിധു ബേബിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട്ട റമ്മടിച്ചാൽ പോലും കിട്ടാത്തൊരു ഫീല് അവന്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേജിൽ കയറി സമ്മാനം തരാൻ മടിയുള്ളതുകൊണ്ടാണ് ഇവർ നേരത്തെ തരുന്നത് എന്ന് നിങ്ങൾ കരുതരുത്. സമ്മാനം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇവരെ 2 കൈയും ഫ്രീ ആക്കി ഫുഡ് കഴിക്കാൻ പോകണം, അതിലുള്ള ധൃതിയിലാണ് അവർ ഞങ്ങൾക്ക് സമ്മാനം നേരത്തെ തന്നെ തന്നത്. ഇതിൽ എനിക്ക് പറയാൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒന്നും തന്നെ പറയുന്നില്ല. ഫുഡ് കഴിക്കേണ്ടവർ പൊക്കോളൂ എന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത്. ഏത് ഫംഗ്ഷന് വിളിച്ചാലും കുഞ്ഞമ്മയുടെ ആണ്ട്, മുത്തച്ഛൻ്റെ ചെറുമകൻ്റെ 28 കെട്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ നാട്ടിലെ എല്ലാവരും ഇവൻ്റെ മാമനും മച്ചമ്പിയും അമ്മാവനും അമ്മാവിയും പിന്നെ വകയിലെ കുഞ്ഞമ്മയുടെ ആങ്ങളെയും എല്ലാവരുമാണ്. മിഠായി എടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഗിഫ്റ്റ് കാണിച്ച് ഫോട്ടോ എടുക്കണേ എന്നവൻ തമാശ രൂപേണ പറഞ്ഞു. ഞാനത് അങ്ങനെ തന്നെ അനുസരിച്ചു. ശേഷം നമ്മളുടെ മറ്റൊരു സുഹൃത്ത് ലുലുമോളുടെ കവറിൽ മറ്റേതോ ഒരു പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് തന്നു. നമ്മളെ പറ്റിക്കാൻ നോക്കിയതാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് അപ്പോൾ തന്നെ തൂക്കി. ഇപ്പോൾ വരുന്നതാണ് മൈക്കിൾ ഇലിയാസ്, ജാക്സൺ ഇലിയാസ്, വിക്രം ഇലിയാസ്. അത് ആ ഡാൻസറാണ് റഹു. ഒരു പ്രോഗ്രാമിനും വരാത്തവനാണ്, ഇതിനെങ്കിലും വന്നല്ലോ എന്ന് സന്തോഷം. ചേച്ചിയും കുഞ്ഞുമായി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വന്ന ഉടനെ എൻ്റെ ഭാര്യ ചോദിച്ചു, കുഞ്ഞ് ആരെപ്പോലെയാണ്, എന്നെപ്പോലെ അല്ലേ എന്ന്. അപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, അല്ല വിനുവിനെ പോലെയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? അത് കേട്ട് ചമ്മിയ എൻ്റെ ഭാര്യ ചേച്ചിയുടെ കുഞ്ഞിനോടും ചോദിച്ചു, അങ്ങനെ അവിടെയും ചമ്മിയിരിക്കുന്നു.
പിന്നീട് വന്നത് നമ്മളുടെ അയൽക്കാരാണ്. അവർ വന്നുടനെ ഒരു കുട്ട ഞങ്ങൾക്ക് സമ്മാനിച്ചു. കുട്ട കണ്ട ഉടനെ ഞങ്ങളൊന്നും ഭയന്നു. ഇനി വല്ല പൂച്ചക്കുട്ടിയും എന്നെ തൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ സ്കിപ്പിയെയും നീമോയും നോക്കുന്നതിൻ്റെ പാട് ഞങ്ങൾക്കേ അറിയൂ. ഇനി ഇതും കൂടെ ആകുവാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തല്ലിപ്പുറത്താക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഗിഫ്റ്റിലെങ്ങാനും പൂച്ചക്കുട്ടിയാണെങ്കിൽ തൊട്ടപ്പുറത്തെ മതിലിൻ്റെ പുറത്ത് ഞാൻ വെച്ചേക്കും, വന്നെടുത്തോണമെന്ന് പറഞ്ഞു. ഇവരും നമ്മളുടെ അയൽക്കാരാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. 2 വക്കീലന്മാരാണ് ഇവ നിൽക്കുന്നത്. ലുക്കില്ലെങ്കിലും ബുദ്ധിക്കും വലിയ മാറ്റമൊന്നുമില്ല. കൂട്ടത്തിൽ ഒരാൾ ഹൈറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ശ്രീനിവാസൻ ചേട്ടന് പഠിക്കുകയാണ്. മൈൻഡ് ചെയ്യണ്ട. ഇതിനെ പ്രത്യേകിച്ച് ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഏതൊരു ബ്ലോഗ് നോക്കിയാലും ഈ സാധനവും അതിലുണ്ടാകും. കല്യാണം മുതൽ അടിയന്തരം വരെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം കുറ്റിയും പറിച്ച് കയറി വരുന്ന ഒരു തള്ളയാണിത്. ഞങ്ങളുടെ സ്വന്തം പമ്പുൾ. അമ്മൂമ്മ വളയിട്ടെന്താണ് കുഞ്ഞിന്? ശവത്തിന് ഞാൻ കുഴപ്പമില്ലല്ലോ പറഞ്ഞു. നീ വേറെ ഇറക്കി വിട്. എടാ കൊച്ചിന്റെ അടിഭാഗം വാങ്ങി കാലിന്റെ അവിടെ ഞാൻ പഠിച്ചോളാം. ആ സൈഡിലോട്ട് നീ. തള്ളക്ക് എന്നോടുള്ള സ്നേഹം എത്രയധികമാണല്ലേ. സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ 12 തെറിയും 4 ചവിട്ടും ഞാൻ കൊണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും എൻ്റെ സ്നേഹം കാണിച്ചു. ഒപ്പമെടുത്ത ഒറ്റ ഫോട്ടോയും അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ അയച്ചു തരാവേ. നോക്കണേ. ഈ കയറി വന്നവരിൽ ഞങ്ങൾ ചേച്ചിയെയും കുഞ്ഞിനെയും മാത്രമാണ് വിളിച്ചത്. കാരണം ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചിയുടെ സന്മനസ് കൊണ്ട് ചേച്ചി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അതെ, ഒരേ ദിവസം 3 ഷോപ്പിൽ കാരണം. ഇദ്ദേഹം കുമ്പിടിയാണല്ലോ. അടുത്തത് പോരട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അദ്ദേഹത്തിന് വിളിച്ചൊരു അവാർഡും കൊടുത്തു. റിട്ടേൺ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, അച്ഛനെ ഒന്നും കൊടുക്കണ്ട, എല്ലാം മൂക്ക് മാത്രമുള്ളതാണ്. എങ്ങനെ അടിച്ചു മാറ്റിയ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അമ്പാടി റോക്സ് കയറി വന്നു. അവർ വന്നുടനെ തന്നെ എൻ്റെ ഭാര്യ സ്ഥിരം ചോദ്യം ചോദിച്ചു, കുഞ്ഞ് അമ്മയെപ്പോലെ തന്നെ സാമ്യമില്ലേ? അല്ല എന്താ ഞാനല്ല എന്റെ മോൻ ജനിച്ചപ്പോ പോലെ ആണല്ലേ. എല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതാ വരുന്നു ഒരു ദൈവദൂതൻ. ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ദേവദൂതൻ അവിടെ നിന്ന് ഡബിൾ ഡെക്കർ ബസ് പോലെ 2 ഗ്ലാസ്സിൽ എന്തൊക്കെയോ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും അവൻ ഒരിറ്റ് വെള്ളം കൊണ്ട് തന്നല്ലോ എന്നോർത്തപ്പോൾ ഒരു സന്തോഷം. ആദ്യമേ തന്നെ നമ്മുടെ ഹാളിലേക്ക് കയറി വന്ന ആളുകൾ ഏറ്റവും അവസാനമായപ്പോഴാണ് സ്റ്റേജിലേക്ക് കയറി വരുന്നത്. എൻ്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് വയറ് നോക്കി ജനിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ ഒരു അമ്മയാണ് ആ പുറകിൽ നിന്ന് നല്ലൊരു ചിരി പാസ്സാക്കുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു, താങ്കളുടെ പ്രവചനം 100% ശരിയാണ്, ജനിച്ചത് ഒരു ആൺകുട്ടിയാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ അദ്ദേഹം ചീട്ടുമാറ്റി. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം അവൻ വരികയായി. പ്രോഗ്രാമിന് തലേദിവസം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് വന്ന് അവിടെ സ്റ്റേ ചെയ്ത് ക്യാമറയെ പറ്റിയുള്ള ചെറിയ ചെറിയ പാഠങ്ങൾ എന്നിൽ നിന്ന് ചോദിച്ചു പഠിച്ച എൻ്റെ സുഹൃത്താണ് ഈ നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അപ്പം നിങ്ങൾ ഈ കണ്ട വ്ളോഗ് മൊത്തം ഷൂട്ട് ചെയ്തവനാ കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനെ ചീത്ത പറഞ്ഞാൽ മതി, നമ്മളൊന്നും പറയണ്ട. ഇല്ലടാ അതെ വല്യമ്മ അവസാനം സമ്മതിച്ചല്ലേ വല്യമ്മ അവനെന്ന്. സംഭവം സ്റ്റഫ്ഡ് സാധനോട് നീ വന്നേ അച്ഛ കാണിച്ചേ. സക്സസ്. ഫോട്ടോ ഒരു ഫോട്ടോ പിടിക്കൂ. ടാറ്റാ. കഴിഞ്ഞ കൊളാപൂരോടെയൊക്കെ നിങ്ങൾ പോയില്ല ഇതുവരെയായിട്ടും. ടാറ്റാ ബൈ. അപ്പോൾ ഇതുവരെ വന്ന രജീഷിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പം തിരിച്ചു പോകുമ്പോൾ കേട്ടോ, തിരിച്ചു പോണേ. അങ്ങോട്ട് പോണം. വ്ലോഗ് എടുത്തു തന്ന എൻ്റെ സുഹൃത്ത് രജീഷിന് എൻ്റെയും ഷീതുമ്മയുടെയും
ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും വക ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരാൾ ബാക്കി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമായിട്ട് ഞങ്ങൾക്കൊരു ഗുലാബ് ജാമുൻ പോലും കിട്ടിയില്ല. അങ്ങനെയുള്ള ഞങ്ങളെ നോക്കി അവൻ വെല്ലുവിളിക്കുകയാണ് സുഹൃത്തുക്കളെ, അവന് ഗുലാബ് ജാമുൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഗുലാബ് ജാമുൻ എവിടെ കണ്ടാലും എനിക്ക് ഇവൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അവർ സ്റ്റേജിലെ അലങ്കാരപ്പണികൾ തിരിച്ച് പൊളിച്ചെടുത്ത് മാറ്റുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളപ്പോൾ പതിയെ കുഞ്ഞിനെയും കൊണ്ട് ഹാളിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു കുറുമ്പനായതുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ പന്തും തട്ടിക്കളഞ്ഞ് അവനെയും കരയിപ്പിച്ച് ഞാനിതാ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ദ ബൈ, ഫ്ലൈ ദ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്.